എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക് ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ഡിജിറ്റൽ വേൾഡ്. വേറെ ഒന്നുമല്ല, ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ വേൾഡ് ലോങ് സിറ്റിംഗ് ജോബ് ആയിക്കോട്ടെ, നമ്മുടെ ബാങ്ക് എംപ്ലോയീസ് ആയിക്കോട്ടെ, അവർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ലോങ് സിറ്റിംഗ് അവേഴ്സ് മൂലമുണ്ടാകുന്ന ടെക്നെക്, അതുപോലെ തന്നെ ബാക്ക് പെയിൻ, സയാറ്റിക്ക, പൈരിഫോമിസ് സിൻഡ്രോം ആൻഡ് മെനി അതർ പോസ്ചറൽ ഇഷ്യൂസ്. അപ്പം ഈ ഓരോ കാര്യങ്ങൾ നമുക്കൊരിക്കലും ഒരു ജോലി ഉപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ നമുക്ക് എല്ലാ ദിവസവും ഇത്ര അവേഴ്സ് ഓഫ് സിറ്റിങ്ങിനെ എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഹെൽത്തി ആവാൻ പറ്റും? അതിൻ്റെ ഏറ്റവും ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ നെക്കിനെ എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യാം എന്നുള്ളതാണ്. എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് വൈകുന്നേരം എത്തിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക, അലസമായിട്ട് സോഫ കൗച്ചിലേക്ക് വീഴാതിരിക്കുക എന്നുള്ളതാണ്. ആദ്യം തന്നെ നിങ്ങൾ ഒന്നില്ലെങ്കിൽ പുറത്തേക്ക് ഓടിപ്പോയി കുറച്ച് ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ജോഗ് ചെയ്യോ വാക്ക് ചെയ്യാനോ പോവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഒരു യോഗ മാറ്റ് എടുത്തിട്ട് നിങ്ങൾ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. അന്നത്തെ ദിവസത്തെ എല്ലാ ക്ഷീണം മാറ്റാനും അതുപോലെ തന്നെ ആ ഒരു ലേസിനെസ് മാറ്റാനായിട്ട് നന്നായിട്ട് ശരീരം മുഴുവൻ സ്ട്രെച്ച് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. രണ്ടാമതായിട്ട് നമ്മൾ ഇരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 8 to 9 hours നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ എല്ലാ 1 hourലും നിങ്ങൾ എഴുന്നേറ്റ് നടന്ന് നല്ല പോലെ ഒരു വാൾ സ്ട്രെച്ചസോ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു ടേബിൾ ആണെങ്കിൽ നമുക്ക് കുറച്ച് ദൂരം കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് നമ്മുടെ എൽബോ ഇതുപോലെ വച്ച് നന്നായിട്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്യുക. അതായത് നമ്മുടെ ഈ തല കംപ്ലീറ്റ്ലി ഈ എൽബോസിൻ്റെ താഴെ വരത്തക്ക രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ബാക്ക് നമുക്ക് നന്നായിട്ട് ആ ഒരു സ്കാപ്പുല അതൊക്കെ നമുക്കൊന്ന് തിരിച്ച് ഒരു കോമ്പൻസേഷൻ പോലെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് കൂടാതെ ഈ മസിൽസ് ഒക്കെ ഒന്ന് നന്നായിട്ട് സ്ട്രെച്ച് ആവുകയും ചെയ്യും. അപ്പം ഈ നമ്മൾ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ നമ്മൾ ഹഞ്ചിങ് ആണ് അല്ലേ. ആ ഹഞ്ച് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആക്റ്റീവ് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ വരുന്ന ഭാഗം ഇതാണ്. അപ്പം നമ്മൾ കുറേ നേരം ക്യാരി ചെയ്ത് കഴിയുമ്പോൾ ഈ മസിൽസ് വീക്ക് ആവുകയാണ്. അപ്പം അതിനൊന്നൊരു ചെറിയൊരു കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് നല്ലൊരു സ്ട്രെച്ചാണ് ഞാൻ ഈ പറഞ്ഞ പോലെ എൽബോ ഡൗൺ സ്ട്രെച്ച് എന്ന് പറയുന്നത്. അതേസമയം നിങ്ങൾ വീട്ടിൽ ചെന്നിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ക്യാറ്റ് ആൻഡ് കൗ സ്ട്രെച്ച്, അതുപോലെ തന്നെ കോബ്ര സ്ട്രെച്ച് എന്നീ പറഞ്ഞ പോലത്തെ നല്ല നല്ല സ്ട്രെച്ചുകൾ, ഫുൾ ബോഡി സ്ട്രെച്ച് ആവുന്ന പോസ്ചേഴ്സ് നിങ്ങൾക്ക് ചെയ്യാം. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ ഇരിക്കുന്ന കസേരയിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ട്വിസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഓപ്പോസിറ്റ് ഹാൻഡ് ടു ദ നീസ്, അതായത് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് നീയിലേക്ക് വരത്തക്ക വിധം നിങ്ങളുടെ കസേര എങ്ങനെയാണെങ്കിലും മറ്റ് കൈ നിങ്ങൾ ഒന്ന് ബാക്കിലേക്ക് സപ്പോർട്ട് ചെയ്ത് നന്നായിട്ട് സ്പൈൻ നിവർത്തി ചാരാതെ നമ്മൾ നന്നായിട്ട് ഒരു മേ ബി ഒരു 30 seconds നിങ്ങൾ ഹോൾഡ് ചെയ്യുക. അതേപോലെ തന്നെ തിരിച്ച് ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളുടെ സ്പൈൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രെച്ച് നമ്മൾ കൊടുക്കുമ്പോൾ ഈ ഇടയിലുള്ള ആ ഒരു ടെൻഷൻ ബിൽഡ് ചെയ്തിരിക്കുന്ന ആ പ്രഷർ ഒന്ന് റിലീസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ ഒരു ട്വിസ്റ്റ്, അത് ഏറ്റവും ഈസിയാണ് അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റിഫ് ആയിട്ടുള്ള ഒരു സ്പൈനായി പോകും. പിന്നെ നമുക്ക് ചെയ്യാവുന്ന വേറൊരു സ്ട്രെച്ചാണ്, അതായത് ഒരു കാലിൻ്റെ മുകളിലേക്ക് മറ്റൊരു കാല് കൊണ്ടുവന്നിട്ട് നമ്മൾ നന്നായിട്ട് ഈ ഒരു ഇടത് കൈ വെച്ചിട്ട് ഇടത് മുട്ടിനെ നന്നായിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം സയാറ്റിക് പെയിനും അതുപോലെ തന്നെ പൈരിഫോമിസ് സിൻഡ്രോം എന്ന് പറയുന്നത് നമ്മളുടെ ഗ്ലൂട്ട് മസിൽസിലുള്ള പൈരിഫോമിസ് എന്ന് പറയുന്ന ഒരു മസിൽ ടൈറ്റ് ആവുകയും അത് ഒരു നെർവിനെ കംപ്രസ് ചെയ്യുകയും ചെയ്യും. അപ്പം അതൊന്ന് റിലീസ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ പർട്ടിക്കുലർ സ്ട്രെച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മൾ കുറച്ച് ട്വിസ്റ്റും സ്ട്രെച്ചും പറഞ്ഞു. ഇനി വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഹൈഡ്രേറ്റ് യുവർ സെൽഫ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. ഞാൻ ഒരു സ്പൈൻ കെയർ എന്ന് പറയുന്ന ഒരു സെഷൻ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് പോയിന്റായിട്ട് ഒരു സ്പൈൻ കെയറിൽ പറയുന്നത് ഹൈഡ്രേറ്റ് യുവർ സ്പൈൻ എന്ന് പറയുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ ഒരു ടേം എന്ന് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഈ വെള്ളം കുടിക്കുന്നതും സ്പൈനുമായിട്ട് എന്താണ് ബന്ധം? പക്ഷേ സ്പൈനിലേക്കല്ല, അതിൻ്റെ ഇടയിലുള്ള ഒരു ഷോക്ക് അബ്സോർബർ പോലെയുള്ള ആ ഒരു ഭാഗം നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ അത് സ്പോഞ്ച് പോലെ ആ സ്പോഞ്ചിലേക്ക് വെള്ളം നിറച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത് മൂലം നമുക്ക് ആ ഫ്രിക്ഷൻ ഒഴിവാകുകയും അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ വരുമ്പോഴും നമ്മൾക്ക് ബാക്ക് പെയിൻ കൂടുന്നു. ബാക്ക് പെയിൻ കണ്ടീഷനിലുള്ള എല്ലാ ആൾക്കാരോടും ചോദിച്ചു കഴിഞ്ഞാൽ പറയും ശരിയാ എനിക്ക് വെള്ളം കുടിക്കൽ കുറച്ച് കുറവാണെന്ന് പറയും. അപ്പം ഇത് ഒഴിവാക്കാനായിട്ട്
നമുക്കത് സാധിക്കും. ഇനി വരുന്നൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് നെക്ക് സ്ട്രെങ്തനിങ് ആണ്. അതായത് നമ്മൾ ഈ സ്ക്രീനിലേക്ക് നോക്കി കഴിയുമ്പോൾ നമ്മൾ അറിയാതെ ഇങ്ങനെ മുമ്പോട്ട് ആ ഒരു കാര്യത്തിന്റെ ഗൗരവത്തിനനുസരിച്ച് നമ്മൾ മുമ്പോട്ട് ഇങ്ങനെ തല ഊന്നിപ്പോവും. അപ്പം നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമ്മളുടെ ഒരു ചിന്നിനെ ബാക്ക് ടു നോർമൽ പൊസിഷനിലേക്ക് ആക്കാനായിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ് നമ്മൾ ബിൽഡ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം ചെയ്യാവുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ മുമ്പിലായിട്ട് ഒരു ഒബ്ജക്റ്റിനെ വെക്കുക. അത് വേണമെങ്കിൽ ഒരു പില്ലോയാവാം, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെക്കുമ്പോൾ നമ്മൾ അധികം മുമ്പോട്ട് പോകാൻ നേരത്ത് ആ ഒരു ഒബ്ജക്റ്റ് തന്നെ നമ്മളെ ബ്ലോക്ക് ചെയ്യാനായിട്ട് സഹായിക്കും. അതേപോലെ തന്നെ നെക്കിനെ സ്ട്രെങ്തൻ ചെയ്യണം. അതായത് ഇപ്പം ഞാൻ ഈ വലത് കൈയിലേക്ക് ഞാൻ ഈ ഹെഡിനെ റെസിസ്റ്റ് ചെയ്യുവാണ്. അപ്പം എന്താണ് സംഭവിക്കുന്നത്? എൻ്റെ ഈ മസിൽസ് നന്നായിട്ട് സ്ട്രെച്ച് ആവുകയാണ് അവിടെ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ വശത്തേക്കും ഈ രണ്ട് കൈ ഉപയോഗിച്ച് ഞാൻ എൻ്റെ നെറ്റി ഇതിനകത്തേക്ക് റെസിസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഈ ബാക്ക് നെക്ക് മസിൽസ് ആണ് അവിടെ ആക്ടിവേറ്റ് ആവുന്നത്. അതേപോലെ തന്നെ ഇവിടുന്ന് ഈ രണ്ടൊരു ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഇന്റർലേസ് യുവർ ഫിംഗേഴ്സ് അറ്റ് ദ ബാക്ക് ആൻഡ് ഗിവ് എ ഗുഡ് സ്ട്രെച്ച്. ഇങ്ങനെ നെക്ക് സ്ട്രെങ്തനിങ് എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഉള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അതായത് നമ്മളിരിക്കുമ്പോൾ അറിയാതെ നമ്മളിങ്ങനെ ചെയ്ത് ഒരു സൈഡിലേക്ക് ഇങ്ങനെ ആയിപ്പോവും. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇപ്പുറത്തെ സൈഡ്. ഇപ്പം കൂടുതലും ആൾക്കാരിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ക്ലിനിക്കിലേക്ക് വരുമ്പോൾ അവർ ഒരു സൈഡ് ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഒരു സൈഡ് പൊങ്ങിയുമായിരിക്കും നിൽക്കണേ. അല്ലെങ്കിൽ ചില ആൾക്കാരിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡ് നമ്മൾ അവരുടെ ബാക്കിലേക്ക് നോക്കുമ്പോൾ അവരുടെ റൈറ്റ് സൈഡ് ഷ്രിങ്ക് ചെയ്തും ലെഫ്റ്റ് സൈഡിന് ബൾക്ക് കൂടുതലുമായിരിക്കും. അതായത് ഒരു സൈഡ് അവരുടെ ആക്റ്റീവാണ്, മറ്റേ സൈഡ് അവർ ഉപയോഗിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഇംബാലൻസ് ഓഫ് ദെയർ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അന്നേരം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും അതുപോലെ തന്നെ എല്ലാ സമയങ്ങളിലും നമ്മൾ ഈ റൈറ്റിനെയും ലെഫ്റ്റിനെയും ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇപ്പം എനിക്കൊരു 50 കിലോയാണെങ്കിൽ 25 കിലോ ഞാൻ എൻ്റെ റൈറ്റിലും 25 കിലോ ഞാൻ ലെഫ്റ്റിലും കൊടുക്കുന്നു എന്ന് നമ്മൾ കോൺഷ്യസ് ആയിട്ട് വിചാരിക്കുക. അങ്ങനെ നമ്മൾ നടക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒരു സൈഡിലേക്ക് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഈ കുറച്ച് ടിപ്സ് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ഒരു ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങളുടെ പോസ്ചറിനെ നിങ്ങൾ കറക്റ്റ് ചെയ്യുക.